പനക്കരച്ചനോട് ചോദിക്കാം എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ജീവിതത്തിലെ സങ്കീർണ പ്രശ്നങ്ങളാൽ ദിശയറിയാത്ത മനുഷ്യനെ സ്വാന്തനമായി പനക്കരച്ചൻ. അച്ഛനെ ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യാൻ അനേകം കത്തുകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ തിരഞ്ഞെടുത്ത ഒരു കത്ത് ഇപ്പോൾ വായിച്ച് പനക്കരച്ചൻ ഉചിതമായ നിർദ്ദേശങ്ങൾ നൽകുകയാണ്. പ്രിയപ്പെട്ട പനക്കരച്ച, എൻ്റെ പേര് കുഞ്ഞുമോൻ. എറണാകുളം സ്വദേശിയാണ്. എൻ്റെ പിതാവ് ഒരു പട്ടാളക്കാരനായിരുന്നു. സർവീസിലായിരിക്കെ 2 ജവാന്മാരോടൊത്ത് ട്രക്കിൽ വരുന്ന വഴി ആക്സിഡൻറ്റിൽ പെടുകയും അവർ കൊല്ലപ്പെടുകയും ചെയ്തു. ഭർത്താവിൻ്റെ മരണത്തോടെ എൻ്റെ അമ്മച്ചി വിധവയായി. ഞാൻ ഒരൊറ്റ മകൻ മാത്രമേ അമ്മച്ചിക്കുള്ളൂ. പട്ടാളത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ തുക അപ്പച്ചൻ്റെ സഹോദരന്മാർ പല കാരണങ്ങൾ പറഞ്ഞ് അമ്മച്ചിയെ പറ്റിച്ചു കൊണ്ടുപോയി. ഇപ്പോൾ ആരും ഞങ്ങളെ തിരിഞ്ഞു നോക്കാറില്ല. അപ്പൻ്റെ പെൻഷൻ മാത്രമാണ് ഞങ്ങൾക്ക് ഒരേ ഒരു വരുമാനം. ഇപ്പോൾ അമ്മച്ചിക്ക് പ്രായമായി വരുന്നു. പല മാരക രോഗങ്ങൾക്ക് അടിമയുമാണ്. അമ്മച്ചിക്ക് ഇപ്പോൾ എന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടമാണ്. അമ്മച്ചി മരിച്ചാൽ അപ്പച്ചൻ്റെ പെൻഷൻ ഇല്ലാതാകും. പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കുമെന്നാണ് അമ്മച്ചിയുടെ ചിന്ത. ഞാൻ വിദേശത്ത് വല്ലതും പോയി സ്വന്തം കാര്യം നോക്കാൻ അമ്മച്ചി എന്നെ നിർബന്ധിക്കുന്നു. പക്ഷേ രോഗിയായ അമ്മച്ചിയെ ഈ അവസ്ഥയിൽ ഉപേക്ഷിച്ച് സ്വന്തം കാര്യം നോക്കി പോകാൻ എനിക്ക് കഴിയുന്നില്ല. പക്ഷേ അമ്മച്ചി നിർബന്ധം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ല. അമ്മച്ചിയുടെ സമാധാനമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അച്ഛൻ്റെ വിലയേറിയ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് കുഞ്ഞുമോൻ. നമ്മളിപ്പോൾ വായിച്ചു കേട്ട ഈ കത്തിൽ നമ്മൾ കാണുന്നത് വിധവയായ ഒരു അമ്മച്ചിയും അമ്മച്ചിയുടെ ഏകമകനായ കുഞ്ഞുമോനും ഭാവിയിലേക്ക് നോക്കി എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ച് പല ആശങ്കകളും ആകുലതകളും അവരിലേക്ക് കടന്നു വരുന്നു. ആ ആശങ്കകളുടെയും ആകുലതകളുടെയും ഒരു ചെറിയ ചിത്രമാണ് ഈ കത്തിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യമായി കുഞ്ഞുമോനോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, നമുക്ക് നമ്മുടെ ഭാവിയും എല്ലാം ദൈവം തന്നെയാണ്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ദൈവത്തിൽ നിന്ന് ഒഴുകി വരേണ്ടതായ കൃപാവരം തടസ്സപ്പെടുന്ന ഒരു മേഖല കുഞ്ഞുമോൻ്റെ ജീവിതത്തിലുണ്ട്. അത് മറ്റൊന്നുമല്ല, എൻ്റെ അപ്പൻ്റെ മരണം മുഴുവൻ ലഭിച്ച ആ സമ്പത്ത് മറ്റുള്ള ആളുകൾ, അപ്പൻ്റെ ബന്ധുക്കൾ അത് പറ്റിച്ചുകൊണ്ട് പോയി എന്ന ഒരു പരാമർശത്തിലൂടെ ഈ കുഞ്ഞുമോൻ്റെ ഉള്ളിൽ എന്തോ അവരോട് ഒരു ദേഷ്യവും അരിശവും കിടപ്പുണ്ട്. അത് പരിപൂർണമായി നീക്കിക്കളഞ്ഞാൽ മാത്രമേ കുഞ്ഞുമോനിൽ ദൈവകൃപ ഒഴുകുകയുള്ളൂ. എന്നാൽ ഇത് യാഥാർത്ഥ്യമല്ലേ എന്ന് ചോദിച്ചാൽ യാഥാർത്ഥ്യമായിരിക്കാം. പക്ഷേ അവർ അത് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്ത് അവരെ വെറുത്തുകൊണ്ടിരുന്നുകൊണ്ട് പ്രയോജനമില്ല. കുഞ്ഞുമോൻ മനസ്സിലാക്കണം, അവരുടെ കയ്യിലിരിക്കുന്നത് വളരെ നിസ്സാരമായ സമ്പത്തായിരിക്കും. പക്ഷെ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നത് വലിയ സമ്പത്താണ്. അപ്പോൾ ആ വലിയ സമ്പത്തിനെ ലക്ഷ്യം വയ്ക്കുക. അപ്പൻ്റെ മരണം സംഭവിച്ചു എങ്കിലും അപ്പൻ്റെ സ്ഥാനത്ത് സ്വർഗസ്ഥനായ പിതാവിനെ ദൈവം വെച്ചിട്ടുണ്ട്. ആ സ്വർഗസ്ഥനായ പിതാവ്
നമുക്കറിയാം, ഭൂമിയിൽ നമുക്ക് മാതാക്കന്മാരെ തരുമ്പോഴെല്ലാം അവരുടെ ഈ ലോകത്തിലെ ജീവിതം നൈമിഷികമാണ്. എന്നാൽ നിത്യനായ ഒരു അപ്പനും അമ്മയുമായ സ്വർഗസ്ഥനായ പിതാവിൻ്റെ സാന്നിധ്യം നമുക്ക് ദാനമായി ലഭിച്ചിട്ടുണ്ട്. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ അവിടുന്ന് തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു അനാഥനാണ്, അമ്മ മരിച്ചു കഴിഞ്ഞാൽ എനിക്കിനി വേറെ ആരുമില്ല എന്ന് കുഞ്ഞുമോൻ പറഞ്ഞില്ലെങ്കിലും അമ്മ ആ ചിത്രം ഈ മകൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ കുഞ്ഞുമോൻ മനസ്സിലാക്കണം, ഞാൻ ദൈവപിതാവിൻ്റെ മകനാണ്, ദൈവമാണ് എന്നെ ഭൂമിയിലാക്കിയിരിക്കുന്നത്. എൻ്റെ ജീവിത സാഹചര്യങ്ങളുടെ വിപരീത സാഹചര്യങ്ങളിൽ നിന്ന് ദൈവത്തിന് നന്മ കൊണ്ടുവരാനായിട്ട് കഴിയും. ഇത്തരം അവബോധം കുഞ്ഞുമോൻ്റെ ഉള്ളിലുണ്ടാകുമ്പോൾ കുഞ്ഞുമോന് തന്നിൽ തന്നെ എഴുന്നേറ്റ് നിൽക്കുവാനും സ്വന്തമായ പരിശ്രമത്തിലൂടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു ആത്മശക്തി, ആത്മബലം അവനുണ്ടാകും. ഇപ്പോൾ അച്ഛൻ പറയുന്നത് ഇപ്പോൾ ഒരു കൂനിക്കൂടിയിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടെന്ന്. അതെ, അവനൊരു എൻ്റെ അപ്പൻ നഷ്ടപ്പെട്ടു പോയി, എന്നെ വേറെ ആരും സഹായിക്കാനില്ല. അതെ, വിശുദ്ധ പൗലോസ് കൃത്യമായി പറയുന്നുണ്ട്, സകല പിതൃത്വങ്ങൾക്കും കാരണഭൂതനായ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. അതെ, എഫേസുസുകാർക്ക് എഴുതിയ 3-ാം അധ്യായം 14-ാമത്തെ വാക്യമാണത്. അപ്പോൾ നമുക്ക് കുഞ്ഞുമോനെ സംബന്ധിച്ചിടത്തോളം അവന് കൊച്ചിലെ മുതൽ അവന് അപ്പൻ്റെ സ്നേഹം കിട്ടിയിട്ടില്ല. കാരണം അപ്പൻ പട്ടാളത്തിലായിരുന്നു. അപ്പോൾ അമ്മയാണ് വളർത്തിയത്. അപ്പോൾ അമ്മയോടുള്ള ആ ഒരു അമ്മയുടെ കൊച്ചു കുഞ്ഞായിട്ട് അവൻ ഇപ്പോഴും എപ്പോഴും അങ്ങനെ കഴിയുകയാണ്. അപ്പോൾ അത് വളരെ കൂടുതലായിട്ട് വരികയാണ് ഓരോ നിമിഷവും. അതുകൊണ്ടാണ് ഇടയ്ക്ക് അമ്മ തന്നെ ഒരു വിചിന്തനം നടത്തുന്നത്, ഇവനിങ്ങനെ എന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിന്നാൽ ഇവൻ്റെ ഭാവി എങ്ങനെയായിരിക്കും. അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം അവന് ഈ അമ്മയെ ചുറ്റിപ്പറ്റി അങ്ങനെ നിന്ന് തന്നിൽ തന്നെ സ്വന്തം കാലിൽ നിന്ന് അങ്ങനെ ഒരു നേതൃത്വ നിലയിലേക്ക് വരാനായിട്ട് അവന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അവൻ ഇതിനു മുമ്പ് അമ്മയെ സഹായിച്ചുകൊണ്ടിരുന്ന ആളുകളെയും ഒക്കെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്. കാരണം അവരുടെ സഹായം ഇപ്പോൾ കിട്ടുന്നില്ല. എന്നാൽ എനിക്ക് എങ്ങനെ ഈ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് കുഞ്ഞുമോൻ ചിന്തിക്കാൻ തുടങ്ങേണ്ട സമയമായിരിക്കുകയാണ്. ഒരുപക്ഷേ അമ്മയ്ക്ക് ലഭിക്കുന്ന ഈ പെൻഷൻ അവൻ അതിൽ ആശ്രയിച്ചുകൊണ്ട് അമ്മയും ശുശ്രൂഷിച്ച് അങ്ങനെ കഴിയുകയാണ്. ഇവനൊന്നും ഉണ്ടാക്കുന്നില്ല. ആപാടെ അമ്മയ്ക്കും ഇവനും ഉള്ളത് അമ്മയുടെ പെൻഷനാണ്. അതുകൊണ്ട് അമ്മ സൂചിപ്പിക്കുന്നത്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ പെൻഷൻ്റെ പരിപാടി കഴിഞ്ഞു, അപ്പോൾ നീ എങ്ങനെ ജീവിക്കും എന്ന ഒരു ചിന്ത അമ്മച്ചി മകന് ഇട്ടുകൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അമ്മേനെ ഉപേക്ഷിച്ച് പോകാൻ ഉള്ള ഒരു ആശയമായിട്ട് അവൻ ചിന്തിക്കേണ്ട കാര്യമില്ല. അവൻ ചിന്തിക്കേണ്ടത്, അമ്മയുടെ പെൻഷൻ കൊണ്ട് ഏതായാലും ഞാൻ ജീവിക്കാൻ പോകുന്നില്ല, ഇപ്പോൾ തന്നെ എനിക്ക് അമ്മയെ നോക്കാൻ കഴിയും, അതുപോലെ എന്തെങ്കിലും എൻ്റെ ആഹാരത്തിനുള്ള കാര്യങ്ങളെങ്കിലും ഞാൻ അധ്വാനിച്ച് ഉണ്ടാക്കും എന്ന ഒരു ദൃഢമായ ചിന്തയിലേക്ക് കുഞ്ഞുമോൻ കടന്നു വരേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ അച്ഛൻ പറയുന്നത്, ഇപ്പോൾ അവൻ്റെ ഉള്ളിൽ അമ്മയുടെ ഈ പെൻഷനുമേ ഒരു ആശ്രയത്വ ബോധം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ടാണ് അവൻ ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. അതായത് അപ്പം അതിൽ നിന്ന് പൊട്ടിച്ചിട്ട് ഞാൻ സ്വന്തമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഒരു വരുമാനം ഉണ്ടാക്കുന്നവനായിട്ട് മാറണം. അതിനുള്ളൊരു ആഹ്വാനമായിട്ട് ഇത് കണക്കാക്കണം. അതെ, അങ്ങനെ മാത്രമേ ഈ കുഞ്ഞുമോൻ്റെ പേഴ്സണാലിറ്റി വളരുകയുള്ളൂ. അവന് അമ്മയെ ശുശ്രൂഷിക്കുന്നു എന്ന ഇഷ്യൂവിനേക്കാളും പ്രധാനമായി നിൽക്കുന്നത് ഈ കുഞ്ഞുമോൻ്റെ വ്യക്തിത്വ വളർച്ചയാണ്. അത് വാസ്തവത്തിൽ വേണ്ട രീതിയിലാകുന്നില്ല. കാരണം ഇവൻ ഇങ്ങനെ ഒരു കുട്ടിയായിട്ട് കുട്ടിയെ തന്നെ അമ്മയുടെ കൊച്ചായിട്ട് അങ്ങനെ അവൻ കഴിയുകയാണ്. അതൊരു
അമ്മയ്ക്ക് തന്നെ തോന്നി ഇവനൊരു മെച്യൂരിറ്റി വരുന്നില്ലല്ലോ എന്നൊരു ചിന്തയുണ്ടായിട്ടുണ്ട്. 2 തെസ്സലോനിയർ 3:10 നമ്മളിങ്ങനെ വായിക്കുന്നു, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കൽപ്പന നൽകി, അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. അപ്പോൾ എൻ്റെ ആഹാരത്തിനുള്ള വക ഞാൻ അമ്മയുടെ പെൻഷനിൽ നിന്ന് എടുക്കാൻ പോകുന്നില്ല, അത് ഞാൻ തന്നെ അധ്വാനിച്ചുണ്ടാക്കും എന്ന ഒരു തീരുമാനം അവനെടുത്ത്, അങ്ങനെ അവനെടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇതുവരെയും ഡോർമെൻ്റായി കിടക്കുന്ന അവൻ്റെ വ്യക്തിത്വം പയ്യെ വളരാൻ തുടങ്ങും. വല്ല വിദേശത്തും പോയി എന്തെങ്കിലും സമ്പാദിച്ചാലോ എന്നുള്ള ചോദ്യം അതൊരു അപ്രധാനമായൊരു ചോദ്യമാണ്. കാരണം വിദേശത്ത് പോയതുകൊണ്ട് പിന്നെ സാമ്പത്തികമായി മെച്ചപ്പെടണമെന്നൊന്നുമില്ല. തന്നെയുമല്ല, ഈ കുഞ്ഞുമോൻ്റെ സ്വഭാവം അനുസരിച്ച് അവൻ അങ്ങനെ അങ്ങോട്ടൊന്നും പോയി പൊടുന്നനവേ സ്വന്തം കാലിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നൊരവസ്ഥയിലല്ല വിദേശത്തോട് പോയി. കാരണം അമ്മയും ഇവനും തമ്മിൽ ഒരു വലിയൊരു ബോണ്ട് ഉണ്ടിപ്പോൾ. അതുകൊണ്ട് അവൻ അമ്മയിൽ നിന്ന് പിരിയാനായിട്ട് സാധിക്കുകയില്ല. നമ്മളതിനെ ഒരു തെറ്റായിട്ട് എടുക്കുന്നുമില്ല. പക്ഷേ ഇവൻ സ്വന്തം വരുമാനത്തിലേക്ക് വന്നു കഴിയുമ്പോഴാണ് അമ്മയും കുഞ്ഞുമോനും തമ്മിലുള്ള ബന്ധം കുറച്ചും കൂടി ആരോഗ്യപ്രദമായ നല്ല ഒരു ബന്ധമായി മാറുക. ആ ഒരവസ്ഥയിലേക്ക് അവൻ വരണം. വലിയ ഒരു അടിമത്വം, മാനസിക അടിമത്വം അവൻ്റെ ഉള്ളിലുണ്ട്. അവൻ അമ്മയുടെ കൊച്ചു കുഞ്ഞായി സ്വന്തമായി അവൻ്റെ കഴിവുകളെ വികസിപ്പിച്ച് വളർത്തിക്കൊണ്ട് വരാതെ അങ്ങനെ പാരസൈറ്റായിട്ട് അവൻ്റെ വീട്ടിൽ കഴിയുന്ന വ്യക്തിത്വ വളർച്ച നിലച്ചു നിൽക്കുന്ന ഒരു യുവാവായിട്ടാണ് ഈ കത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് കുഞ്ഞുമോൻ സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള പരിശ്രമം ആദ്യം ചെയ്യട്ടെ. അതുപോലെ തന്നെ അവന് ഇത്രയും നാൾ അമ്മയുമായി ചേർന്നിരുന്ന ആ മകനെ സംബന്ധിച്ചിടത്തോളം വീട്ടിലെ കാര്യങ്ങളും അവർ നോക്കാൻ കഴിയും. അങ്ങനെ ഇത് രണ്ടും കൂടി ഒരുമിച്ച് അവൻ കൊണ്ടുപോകുമ്പോൾ അവന് തന്നെ ഒരു ആത്മാഭിമാനം, എനിക്ക് ആത്മവിശ്വാസം ഉണ്ടാവും. അമ്മയില്ലെങ്കിലും എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്ന ഒരു ബോധം അവൻ്റെ ഉള്ളിൽ അത് ഉണ്ടാക്കി കൊടുക്കും. അതിനുവേണ്ടി ശ്രമിക്കണം. ആ അവബോധം ഉണ്ടാകുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനുള്ള ഒരു ധൈര്യവും ശക്തിയും കൃപയും അവന് ലഭിക്കണമെങ്കിൽ അവന് എല്ലാവരോടുള്ള ആ വെറുപ്പും പിണക്കവും മാറ്റിക്കളഞ്ഞ് ഞാൻ ആരിലും ആശ്രയിക്കുകയില്ല, എൻ്റെ ദൈവത്തിലാണ് ഞാൻ ആശ്രയിക്കുന്നത് എന്ന ബോധ്യത്തിലേക്ക് അവൻ വളരേണ്ടിയിരിക്കുന്നു. എനിക്ക് ആവശ്യമുള്ളതെല്ലാം എൻ്റെ ദൈവമായ കർത്താവ് എനിക്ക് തരും. ദൈവത്തിൻ്റെ പരിപാലനയിലുള്ള വിശ്വാസവും ആ ദൈവത്തിൻ്റെ പരിപാലന അനുഭവിച്ചറിയുവാനുള്ള ഒരു അവസരമായിട്ട് അവൻ ഇപ്പോഴത്തെ അവൻ്റെ അവസ്ഥയെ കാണുവാനായിട്ട് തയ്യാറാകണം. എന്നെ പരിപാലിക്കുന്നത് എൻ്റെ ദൈവമാണ്. ആ ഒരു ചിന്തയ്ക്ക് മാത്രമേ ഇവൻ്റെ ഈ അടിമത്ത അവസ്ഥ വല്ലാത്തൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം അവൻ എത്ര വയസ്സുണ്ടെങ്കിലും അവൻ അമ്മയുടെ കൊച്ചു കുഞ്ഞാണ്. ആ കൊച്ചു കുഞ്ഞ് എന്നുള്ള അവസ്ഥ മാറിക്കിട്ടണമെങ്കിൽ സ്വന്തമായി വരുമാനം ഉണ്ടാക്കുന്ന ഒരു ജോലിയിൽ പ്രവേശിക്കണം. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ പരിപാലനയിലേക്ക് ആശ്രയിക്കുന്ന ഒരവസ്ഥ വന്നില്ലെങ്കിൽ എൻ്റെ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വീടിനകത്ത് അമ്മയുടെ കൊച്ചു കുഞ്ഞായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ അമ്മയിലുള്ള ആശ്രയത്തിൽ നിന്ന് എൻ്റെ യഥാർത്ഥ അപ്പനും അമ്മയും സ്വർഗസ്ഥനായ പിതാവാണ് എന്ന ബോധ്യമുള്ളിൽ തിരികെ ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് അവൻ മുന്നോട്ട് നീങ്ങാനായിട്ട് തയ്യാറാകണം. കുഞ്ഞുമോനോട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് ചുരുങ്ങിയത് ഒരു രാവിലെയും വൈകുന്നേരമെങ്കിലും ഒരു 10 പ്രാവശ്യമെങ്കിലും ദൈവപിതാവിൻ്റെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന ജപം
ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ചെല്ലാൻ പഠിക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ചങ്ങല പയ്യെ പൊട്ടാൻ അത് അവന് സഹായകരമായി തീരും. ഇതാണ്. അപ്പം അച്ഛൻ പറയണത് അപ്പൻ നഷ്ടപ്പെടുമ്പോൾ കുട്ടികൾ ചെയ്യണത് അമ്മയിൽ ആശ്രയിക്കുകയാണ്. അതിന് പകരം അപ്പൻ നഷ്ടപ്പെടുമ്പോൾ സ്വർഗസ്ഥനായ പിതാവിലേക്ക് ആകർഷിക്കപ്പെട്ടാൽ മാത്രമേ മനുഷ്യൻ്റെ ആന്തരികമായിട്ടുള്ള സ്വാതന്ത്ര്യം അവന് ലഭിക്കുള്ളൂ, അല്ലെങ്കിൽ അവൻ്റെ സാഹചര്യത്തിന്മേ കുടുങ്ങിയിരിക്കുന്നു. അപ്പോൾ ആദ്യം കുഞ്ഞുമോൻ ചെയ്യേണ്ടത് അപ്പൻ നഷ്ടപ്പെട്ടു എന്നുള്ള ആ അവസ്ഥേനെ മറികടക്കാൻ സ്വർഗസ്ഥനായ പിതാവേ 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 എന്ന് വിളിച്ച് അവൻ്റെ ആത്മബോധത്തിൽ പിതാവായിട്ടുള്ള ദൈവമായിട്ടുള്ളൊരു ബന്ധം സൃഷ്ടിച്ചെടുക്കണം. ഓക്കെ. അപ്പൻ്റെ മരണം മൂലം ഉണ്ടായിട്ടുള്ള ആ വിടവിൻ്റെ അകത്ത് മുഴുവനും അവൻ അമ്മ കയറിയിരിക്കുകയാണ്. അമ്മയും ബന്ധുക്കളും കയറിയിരിക്കുകയാണ്. അപ്പോൾ അത് കാരണമാണ് അവന് ഒരു സ്വന്തമായിട്ട് ഒരു ജോലി അന്വേഷിക്കാനും സ്വന്തം കാര്യം നിൽക്കാനും അവന് സാധിക്കാത്തത്. അപ്പം അത് അവൻ തിരിച്ചറിയണം. മാത്രമല്ല അച്ഛൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഇപ്പം അപ്പൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ച് ഭക്ഷണം കഴിക്കുന്നു. ഞാൻ സ്വന്തമായി അധ്വാനിച്ച് ഞാൻ ഭക്ഷണം കഴിക്കുകയും വീട്ടിലെന്തെങ്കിലും കൊടുക്കുകയും ചെയ്യുമ്പോൾ അറിയാതെ തന്നെ നമുക്ക് നമ്മൾ ഭവനത്തിൻ്റെ ഒരു ഭാഗമാണെന്നും ഞാൻ കൊള്ളാവുന്നവനാണെന്നും നമുക്ക് തോന്നും. അങ്ങനെ അവൻ ചെയ്യുമ്പോഴാണ് അമ്മയുടെ മനസ്സിൽ ഒരു ബോധം ഉണ്ടാകും, ഞാൻ ഇല്ലേലും ജീവിക്കുന്നത്. അപ്പോൾ ആ ഇഷ്യൂ ആണ് ഇവിടെ ഈ കത്തിൽ അവൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഇഷ്യൂവിന് ഉത്തരം ഇവൻ വിദേശത്ത് പോവുക എന്നുള്ളതല്ല, അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ എനിക്ക് സ്വന്തമായ വിധത്തിൽ അധ്വാനിച്ച് എനിക്ക് ജീവിക്കാൻ കഴിയുമെന്ന കാര്യം തെളിയിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അപ്പം അമ്മയുടെ ദുഃഖം, രോഗം പോലും ചിലപ്പോൾ അമ്മയുടെ മാറിപ്പോവും. കാരണം അമ്മ വല്ലാതെ മാനസികമായ സംഘർഷത്തിലാണെന്ന് ഈ കത്തിൽ നമുക്ക് കാണാവുന്നതാണ്. സ്നേഹമുള്ളവരെ, കുഞ്ഞുമോൻ എന്ന പിതാവ് നഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതാവസ്ഥയാണ് ഇന്ന് പനക്കിലച്ചൻ ചർച്ച ചെയ്തത്. ഈ കത്തിൽ കാണുന്ന ആദ്യത്തെ കാര്യം തന്നെ അച്ഛൻ ചൂണ്ടിക്കാണിക്കുകയാണ്. അതായത് എൻ്റെ അപ്പൻ്റെ സമ്പത്ത് അമ്മയ്ക്ക് കിട്ടിയതൊക്കെ ബന്ധുക്കൾ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളൊരു കുറ്റാരോപണം. ആദ്യം തന്നെ അച്ഛൻ പറയുന്നത് ആ കുറ്റാരോപണത്തെ എടുത്തു മാറ്റാതെ ദൈവകൃപ, ദൈവം എന്താണ് കുഞ്ഞുമോന് നൽകാൻ ആഗ്രഹിക്കുന്നത് അത് സ്വീകരിക്കാൻ കുഞ്ഞുമോന് കഴിയില്ല എന്നാണ് അച്ഛൻ്റെ ആദ്യത്തെ നിർദ്ദേശം. രണ്ടാമത്തെ നിർദ്ദേശം, ഇങ്ങനെ ഈ അപ്പൻ മരിച്ചു കഴിയുന്ന പലർക്കുള്ളൊരു പ്രശ്നം, ആ അനാഥത്വത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അമ്മയിലും ബന്ധുക്കളിലും ആശ്രയിക്കുക എന്നതാണ് മനുഷ്യ സഹജമായിട്ട് നമുക്ക് ചെയ്യാൻ അറിയുന്നത്. പക്ഷേ വിശുദ്ധ ഗ്രന്ഥം ചൂണ്ടിക്കാണിക്കുന്ന പോലെ നമുക്കൊരു സ്വർഗസ്ഥനായ പിതാവുണ്ടെന്ന് യേശു വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അപ്പൻ്റെ അമ്മയുടെയൊക്കെ കുറവ് നമുക്ക് നികത്തി തരുന്നത് സ്വർഗസ്ഥനായ പിതാവാണ്. കാരണം എഫെസൂസ് ലേഖനത്തിൽ നിന്ന് അച്ഛൻ എടുത്ത് പറയുകയുണ്ടായി, എല്ലാ പിതൃത്വവും മാതൃത്വവും വരുന്നത് സ്വർഗസ്ഥനായ പിതാവിൽ നിന്നാണ്. അപ്പോൾ ആ പിതാവിൻ്റെ അരികിലേക്ക് പോകുമ്പോഴാണ് ഇപ്പോൾ കുഞ്ഞുമോൻ അമ്മയുടെ പെൻഷനിൽ ആശ്രയിച്ചുള്ള ജീവിതത്തിൽ നിന്ന് മോചനം നേടുള്ളൂ. അങ്ങനെ മോചനം നേടിയില്ലെങ്കിൽ അമ്മയുടെ പെൻഷൻ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു കൊച്ചുകുട്ടിയായിട്ട് എത്ര പ്രായമായാലും നിലനിൽക്കും. ഇവിടെ അമ്മ പറയുന്ന സജഷൻ എന്ന് പറയുന്നത് വിദേശത്ത് പോകാമെന്നാണ്. അച്ഛൻ പറയുന്നത് വിദേശത്ത് പോയതുകൊണ്ട് ഒരുവൻ സാമ്പത്തികവും സാമൂഹികമായിട്ടൊന്ന് രക്ഷപ്പെടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അവിടെ പോയിട്ട് ഇപ്പോൾ പലരും കഷ്ടപ്പെടുന്നതിൻ്റെ വാർത്തകൾ നമ്മൾ കാണുകയാണ്. ഇവിടെ അമ്മ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, എടാ പൊന്നു മോനെ, നീ സ്വന്തം കാലിൽ നിന്ന് അധ്വാനിച്ച് ഒരു പൈസ ഉണ്ടാക്കി നീ ജീവിക്കുന്നത് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇതാണ് അമ്മയുടെ എപ്പോഴത്തെയും സങ്കടം. അത് അച്ഛൻ കൊളോസോസ് ലേഖനത്തിൽ നിന്ന് പറഞ്ഞു. അത് പൗലോസിലേക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട്, അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്. കാരണം നമ്മൾ അധ്വാനിച്ച് സ്വയം ഭക്ഷിക്കുമ്പോഴും വീട്ടുകാർക്ക് കൊടുക്കുമ്പോഴാണ് നമുക്ക് ആത്മാഭിമാനം ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് കുഞ്ഞുമോനോടുള്ള അച്ഛൻ്റെ സന്ദേശം ഇതാണ്. ഒന്ന്,
ബന്ധുക്കളോടുള്ള വിദ്വേഷം അവസാനിപ്പിക്കുക. 2, സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നിരന്തരം ചെല്ലുക. 3, അമ്മയെ ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാനായിട്ടുള്ള വ്യക്തിത്വ വളർച്ചയിലേക്ക് വരിക. അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അമ്മയ്ക്ക് സന്തോഷം ഉണ്ടാകുന്നു. എൻ്റെ മകൻ സ്വന്തം കാലിൽ നിൽക്കുന്നു, ഇനി എനിക്ക് സന്തോഷപ്രദമായി മരിച്ചു പോകാമെന്ന്. ഇതാണ് അമ്മയോട് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യമെന്നാണ് അച്ഛൻ പറയുന്നത്. പിന്നെ അച്ഛൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം ഈ സ്വന്തം കാലിൽ നിന്ന് തുടങ്ങിയാൽ പിന്നെ അവനൊരു വിവാഹം കഴിക്കാമല്ലോ? തീർച്ചയായിട്ടും. അതായത് അവൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഉള്ള ഒരു എല്ലാ ചിന്തകളും അവനിൽ അടഞ്ഞു കിടക്കുകയാണ്. കാരണം അവൻ്റെ വ്യക്തിത്വ വളർച്ച തടസ്സപ്പെട്ട് കിടക്കുകയാണ്. കാരണം അവൻ അമ്മയെ ആശ്രയിച്ച് ഇങ്ങനെ കഴിയുകയാണ്. അപ്പം അതുകൊണ്ട് അവൻ അങ്ങനെയുള്ള ഒരു ചിന്തകളോ ഇടുങ്ങിയ ലോകത്തിലാണ്. അതെ. അപ്പം ഇത് ദൈവത്തിലേക്ക് ഇങ്ങനെ കടന്നു വരികയും ഞാൻ എൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ ഞാൻ ജീവിക്കും എന്ന് പയ്യെ തീരുമാനമെടുക്കാനൊരു ഇത് ലഭിക്കുമ്പോഴാണ് അത് ആ ഡോർമെൻ്റായി കിടക്കുന്ന വ്യക്തിത്വത്തിൻ്റെ മേഖലകൾ പയ്യെ തുറവിയിലേക്ക് വരുന്നത്. ആ ഒരു അവസ്ഥയിൽ മാത്രമേ അവന് മാര്യേജിലേക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പം മാര്യേജ് കഴിച്ചാൽ പോലും ഏതാനും ദിവസത്തിനുള്ളിൽ അവന് പെണ്ണ് സ്ഥലം വിടും. ഓക്കെ. അതുകൊണ്ട് അച്ഛാ നമുക്ക് ഇങ്ങനെ പല കുടുംബങ്ങളിലും അങ്ങനെയുണ്ട്. ഈ അമ്മയുടെ കൊച്ചുമോനായിട്ട് വളർന്നു വരികയും പിന്നെ നാട്ടുനടപ്പനുസരിച്ച് കല്യാണം കഴിക്കുകയും ചെയ്യുന്നു. പെൺകുട്ടി വീട്ടിൽ വന്നു കഴിയുമ്പോൾ അവൾ കാണുന്നത് ഇവൻ അമ്മയുടെ അടിമയാണ്, എനിക്ക് ഈ വീട്ടിൽ ആരും സ്ഥാനവും ഇല്ല. അങ്ങനെ ഒരവസ്ഥയിൽ ഒരു പെൺകുട്ടിക്കും ഒരാളുടെ ഭാര്യയായി ജീവിക്കാൻ സാധിക്കില്ല. ആ വീട്ടിൽ വഴക്കായി പ്രശ്നമായി അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന അവസ്ഥയായി ഇങ്ങനെ പല മാരേജ് ബ്രേക്ക് ഡൗണും ഉണ്ടാകുന്നു. അച്ഛാ, നമുക്ക് ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാരണവനായ കർത്താവേ, കുഞ്ഞുമോനെ പോലെ ഉള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമാന അവസ്ഥയിൽ കഴിയുന്ന ആയിരങ്ങളെയും പതിനായിരങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധ ആത്മാവിനെ ഇത്തരം സഹോദരങ്ങളുടെ മേൽ അയക്കണമേ. ദൈവിക വെളിപ്പെടുത്തൽ കൊടുക്കണമേ. ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന നിരവധി അനുഗ്രഹങ്ങൾ തിരിച്ചറിയുവാനും അവയിൽ ഊന്നി നിന്നുകൊണ്ട് അധ്വാനിച്ച് ഉപജീവനം നടത്തുവാനുമുള്ള ആ കൃപാവരം ഉപയോഗിക്കുവാൻ അവർക്ക് സാധിക്കട്ടെ. കർത്താവേയും ഇത്തരം കുടുംബങ്ങളിലെ എല്ലാ അനാഥത്വവും നീങ്ങിപ്പോകട്ടെ. ഏകാന്തതയുടെ തടവറയിൽ നിന്ന് പുറത്തു വരട്ടെ. ദൈവസ്നേഹം കവിഞ്ഞൊഴുകട്ടെ. പ്രാർത്ഥന കേൾക്കുന്ന കർത്താവേ സ്തോത്രം. ഈശോയെ നന്ദി. കർത്താവേ സ്തോത്രം. ആമേൻ. പനക്കലച്ചനോട് ചോദിക്കാം എന്ന ഈ പരിപാടി ശ്രദ്ധിക്കുകയും ശ്രവിക്കുകയും ചെയ്ത എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി. നിങ്ങളുടെ ജീവിതത്തിലെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ പനക്കലച്ചനുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഉചിതമായ സമയത്ത് നിങ്ങളുടെ കത്ത് തിരഞ്ഞെടുത്ത് അച്ഛൻ ചർച്ച ചെയ്ത് നിർദ്ദേശങ്ങൾ നൽകുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡ് വരുന്നതുവരെ പ്രാർത്ഥനാപൂർവം നമുക്ക് കാത്തിരിക്കാം. പ്രൈസ് ദി ലോർഡ്.